ഹലോ ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ മോനെ സ്കൂളിലൊക്കെ വിട്ട് അപ്പോൾ ഇനി ഒരു സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇടയ്ക്ക് വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കും, അല്ലെങ്കിൽ എന്താണോ കയ്യിലുള്ള ഫ്രൂട്ട്സ് അതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് കുക്കുംബർ, വാട്ടർമെലൺ ആൻഡ് പൊമഗ്രാനൈറ്റ്. ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. 3 ഫ്രൂട്ട്സ് ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങോട്ട് സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വാട്ടർമെലൺ നമ്മൾ സാധാരണ വാട്ടർമെലണല്ല, എനിക്കിഷ്ടം അതാണ്. പക്ഷേ ഇന്നലെ കിട്ടിയത് ഈ കിരൺ എന്ന് പറയുന്ന ഈ വാട്ടർമെലണാണ്. അപ്പം അതിൻ്റെ ഒരു പകുതിയാണ് ഞാൻ എടുത്തിട്ട്, പിന്നെ പൊമഗ്രാനൈറ്റ് അത് ഒന്ന് മുഴുവൻ എടുക്കുന്നുണ്ട്. അത് റെഡിയാക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാനും കഴിക്കുന്നുണ്ട് കേട്ടോ. ഈ പൊമഗ്രാനൈറ്റ് നമ്മൾ കട്ട് ചെയ്യുമ്പോഴേ ജസ്റ്റ് തൊലി ഭാഗം ഉണ്ടല്ലോ, അവിടെ മാത്രം ഞാൻ കത്തി എടുത്തിട്ട് ഒന്നിങ്ങനെ വരഞ്ഞു കൊടുത്തിട്ട് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുക ചെയ്യുക. കാരണം ഡയറക്റ്റ് മുറിച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മുടെ ഉള്ളിലുള്ള ആ പൊമഗ്രാനൈറ്റ് പീസായി പോവും. അപ്പം ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പിളർത്തി എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ആ ഒരു ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് വരഞ്ഞു കൊടുത്താൽ മതി. എന്നിട്ട് കൈകൊണ്ട് നമ്മളിങ്ങനെ അടർത്തി എടുത്താൽ മതി. അപ്പം ഉള്ളിലുള്ള പൊമഗ്രാനൈറ്റ് ഒന്നും കട്ടായി പോവില്ല. അതേ മണിമണിയായിട്ട് നമുക്ക് കിട്ടും. പൊമഗ്രാനൈറ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അത് ഫുള്ളി ഒരു ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കുംബർ വീൽ ചെയ്യാം. കുക്കുംബർ ഞാനും ഒരു പകുതി തന്നെ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ താഴെ ഭാഗത്തേക്കുള്ള ആ ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. സാലഡിലേക്ക് എടുക്കുന്നില്ല. എന്ന് വെച്ചാൽ അവിടെ ഒരു സ്പോഞ്ച് പോലുള്ളൊരു ഭാഗം തോന്നി. അപ്പോൾ ആ ഭാഗം ഒഴിവാക്കിയിട്ട് ഇത് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ചില ടൈമിലേ നമ്മൾ ഒഴിവാക്കിയ ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ നല്ല കയ്പ്പ് രസം വരും. അപ്പോൾ അത് നമ്മൾ സാലഡിലേക്ക് അത് കട്ട് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ അത് സാലഡിന് ടേസ്റ്റ് കൊടുക്കില്ല, ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ അത് നമുക്ക് മാക്സിമം ഒഴിവാക്കുന്നതാണല്ലോ നല്ലത്. ഏകദേശം മോനെ സ്കൂളിൽ നിന്ന് കൂട്ടാൻ പോകാൻ ടൈമായിട്ടുണ്ട്. ഉച്ച വരെയുള്ളൂ, 1 മണി വരെയുള്ളൂ അവൾക്ക് അവിടെ ക്ലാസ് ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നേ ഇത് ചെയ്ത് വെച്ചിട്ട് റെഡിയാക്കിയിട്ട് പോവാമെന്നാണ് വിചാരിച്ചത്. പോയി വന്ന് ക്ഷീണിച്ചൊക്കെ വരുമ്പോൾ വന്ന് എടുത്ത് കഴിക്കാമല്ലോ. ഈ കുക്കുംബർ ആണെങ്കിലും വാട്ടർമെലൺ ആണെങ്കിലും അതുപോലെ പൊമഗ്രാനൈറ്റ്, ഇതൊക്കെ എന്താ പറയുക, ഡീഹൈഡ്രേഷന് നല്ലതാണ്. അപ്പോൾ നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ വെയിലൊക്കെ കൊണ്ട് വരുന്ന ഇവിടെ, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എപ്പോഴും ചൂട് തന്നെയാണ്, മഴക്കാലമൊന്നുമല്ല. അപ്പോൾ ആ ചൂടത്തൊക്കെ വന്ന് കഴിക്കാനൊക്കെ നല്ല സുഖമാണ്. ഈ സാലഡ് പരിപാടിയൊക്കെ ഇവിടെ വന്നതിന് ശേഷം കേട്ടോ അതൊക്കെ ചെയ്യുന്നത്. നാട്ടിലാകുമ്പോൾ ഒന്നും ചെയ്യാറൊന്നുമില്ല. എന്താ ഫ്രൂട്ട്സ് കിട്ടുന്ന വെച്ചാൽ അത് കഴിക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മളെ കയ്യിലുള്ള വാട്ടർമെലൺ, ക്യുക്കുംബർ ആൻഡ് പൊമഗ്രാനൈറ്റ് കംപ്ലീറ്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഇതിന് ഡ്രസ്സിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഹണി ഒഴിക്കുന്നുണ്ട്. വേറെ ഷുഗറൊന്നുമല്ല ആഡ് ചെയ്യുന്നത്, ജസ്റ്റ് ഹണിയാണ്. എന്നിട്ട് കുറച്ച് നമ്മളുടെ ബ്ലാക്ക് പെപ്പർ പൗഡർ ഇടുന്നുണ്ട്. ഒരു പിഞ്ച് സോൾട്ടും കൂടി ഇടാം കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇനി വാവനെ കൂട്ടാൻ വേണ്ടി പോകണം. അപ്പം ഇന്ന് ഇതിവിടെ വെച്ചിട്ട് ഞാൻ വാവനെ കൂട്ടാൻ പോവുകയാണ്. സ്കൂളിൽ പോയി വരാണ്, അപ്പം വീട്ടിൽ വന്ന് അതുകൊണ്ട് തൊഴുത്തെട്ടാണ് എന്താ വീട്. വാവയ്ക്ക് സ്കൂളിൽ പോയി വരുന്നത് എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞു അല്ലേ. വീട്ടിലെത്തി സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം
ആൾക്ക് സാലഡ് വേണ്ട, ജ്യൂസ് മതി. അപ്പോൾ അത് പീസാക്കിയിട്ട് വാവക്ക് തന്നെ അത് പ്രിപ്പയർ ചെയ്യണം. അതുകൊണ്ട് വാവ എന്നെ അത് കട്ട് ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കത്തി കൊടുത്തില്ല, ഒരു സ്പൂണ് കൊടുത്തു. സ്പൂണ് കൊടുത്ത് വാവ നന്നായിട്ടത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു പ്ലേറ്റിലാക്കി തന്നിട്ടുണ്ട്. അത് ജ്യൂസാക്കിയിട്ട് ഞാൻ വാവക്ക് കൊടുത്തു. ഇതാണ് നമ്മൾ ഒന്ന് സെറ്റായിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, ഇതിൽ കണ്ടോ ജ്യൂസ്, അതായത് നമ്മളെ വാട്ടർമെലണിലെയും കുക്കുംബറിലെയും ഒക്കെ വെള്ളം ഇറങ്ങി നല്ല ജ്യൂസായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ കഴിക്കുകയാണ് കേട്ടോ. നല്ല ഒരു ആശ്വാസമാണ് ഈ വെയിലത്ത് പോയി വന്ന് ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ആശ്വാസം തോന്നും. ഹണിയും പെപ്പർ പൗഡറും പിന്നെ കുറച്ച് സോൾട്ടും ഒക്കെ കൂടി ആയിട്ട് ഫ്രൂട്ട്സും ഒക്കെ കൂടി നല്ല മിക്സായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുമുണ്ട്. ഇന്നത്തെ കുറച്ച് നേരത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. ഞാൻ കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം നികിത റിവിൽ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.